അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, വീടിൻ്റെ ഇവിടെ നിന്നും കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എറുമ്പ്യാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് എത്താൻ പറ്റും. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു മാസം ആയെന്ന് തോന്നുന്നു, നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എറുമ്പ്യാടിലേക്ക് റോഡ് മാർഗം പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ വഴി കൂടെ നടന്നുകൊണ്ട് എറുമ്പ്യാട് എത്തുന്നതിൻ്റെ വീഡിയോ ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ എറുമ്പ്യാടിലേക്ക് യാത്ര ചെയ്യുകയാണ് കേട്ടോ. വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് എറുമ്പ്യാട് എന്ന് പറയുന്ന ഊരിലേക്ക് എത്താൻ പറ്റുന്നത്. ഈ ഒരു ഊരിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ കണ്ടിട്ടുള്ളതായിരിക്കാം. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് വേറൊന്നും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, പുറത്തോട്ടൊന്നും പോയി വീഡിയോസ് എടുത്തിട്ടും അത്യാവശ്യം റീച്ചൊന്നും കയറി വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് എറുമ്പ്യാടിലേക്ക് തന്നെ ഒന്നും കൂടെ ഒന്ന് യാത്ര ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവർക്കും എറുമ്പ്യാടിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സജിത് പൊത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിൽ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാനങ്ങനെ കാട്ടിനുള്ളിലൂടെ എറുമ്പ്യാടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് അത്യാവശ്യം ചെറിയൊരു നടവഴിയാണ്. ഈ നടവഴിക്ക് 2 സൈഡിലും കൂവക്കാടുകളും ഒക്കെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തേക്കിൻ്റെ പോസ്റ്റുകൾ കാണാം. അത് വേറൊന്നുമില്ല, നമ്മുടെ ഊരിൽ നിന്നും അണകാൽ എന്ന് പറയുന്ന ഊരിലേക്ക് പോസ്റ്റ് വഴി കറണ്ട് കൊണ്ടുപോയതാണ്, തടി പോസ്റ്റുകൾ വഴി. അപ്പോൾ ആ തടികളൊക്കെയാണ് അതായി കാണുന്നതൊക്കെ. അപ്പോൾ ഞാനങ്ങനെ എറുമ്പ്യാടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു നടപാതയിലൂടെ, വനപാത നടപാത എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നടവഴി വനപാത എന്നൊക്കെ നമുക്ക് പറയാം. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇപ്പുറത്തേക്ക് നടന്നു വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാ ഇവിടെ ഒരു അടിപൊളി ഒരു പാറയും അതിന് മൂട്ടിൽ ഇതാ കാഞ്ചി എന്ന് പറയുന്നൊരു മരവും അതൊക്കെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ വഴിയിൽ കൂടെയൊന്നും അങ്ങനെ ആരും അധികം നടക്കാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴികളൊക്കെ കരിയിലേക്ക് വീണ് കിടക്കുകയാണ്. പിന്നെ അതുമല്ല, ഇപ്പോഴത്തെ സമയം നിങ്ങൾക്കറിയാമല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റുള്ള സമയമാണ്, നല്ല കാറ്റുള്ള സമയമാണ്, എന്നൊരു വിധം കുറഞ്ഞു നിൽക്കുന്നത്. പിന്നെ അതിന് പുറമെ പ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇല പൊഴിയുന്ന സമയമാണ്, ഡിസംബർ മാസമാണ്, ഇലകളൊക്കെ പൊഴിയുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങോട്ടൊക്കെ പോകുമ്പോൾ നടവഴികളിലെല്ലാം കരിയിലകളൊക്കെ വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുകളിലാണ് ആനകുത്തിയ പോങ്ങുമൂട് എന്ന് പറയുന്ന സ്ഥലം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആൾത്താമസവും വിളയൊന്നുമില്ല, കുറേ ദൂരം. അപ്പോൾ പിന്നെ വേനലായതുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും. ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് കരിയിലയുടെയൊക്കെ ശബ്ദം ഭയങ്കരമായ രീതിയിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പോകുന്ന വഴിയാണ്. ഇതൊരു നമ്മുടെ വീട്ടിൻ്റെ താഴെയുള്ള ഒരു കൊച്ചിൻ്റെ കൃഷിവിളയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ കാറ്റ് വന്നിട്ട് മരങ്ങൾ വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ അങ്ങനെയാണ്, മരങ്ങളും ചുള്ളികളൊക്കെ ഇങ്ങനെ വീണ് കിടക്കും. കാരണം നമ്മളിവിടെ ഭയങ്കരമായുള്ള രീതിയിൽ മലങ്കാറ്റായിരുന്നു. അങ്ങനെ ഈ നടവഴി നമ്മൾ കയറി മുകളിലെത്തിക്കഴിഞ്ഞാലാണ് ആനകുത്തിയ പോങ്ങുമൂട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാവുന്നത്. അപ്പോൾ അവിടെ നിന്നും ഒരു 1.5 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് എറുമ്പ്യാട് എന്ന് പറയുന്ന ഊരിലേക്കുള്ളത്. തൊട്ട് താഴെ അവിടെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെയാണ് ആനകുത്തിയ പോങ്ങുമൂട് എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ആ ഒരു പോങ്ങെന്ന് പറയുന്ന മരമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം ആനകുത്തിയ പോങ്ങുമൂട് ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെയാണ് പണ്ട് എറുമ്പ്യാട് പ്ലാത്ത് എന്ന് പറയുന്ന ഊരിലുള്ളവരൊക്കെ ജീപ്പിൽ വന്ന് ഈ ഒരു സ്ഥലത്ത് ഇറങ്ങും, ഈ നിരന്ന പ്ലേസിൽ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് അവർ പോകുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് എറുമ്പ്യാട് പ്ലാത്ത് എന്ന് പറയുന്ന ഊരിലേക്കുള്ളവർ പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ കൃഷിവിള. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടെല്ലാം കാടുകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കാടാണ്. അപ്പോൾ ഇതിലേ പൊക്കഴിഞ്ഞാൽ നമുക്ക് പൊടിയം ഊരിലെത്താം. പൊടിയം ഊര് വഴി നമുക്ക് കോട്ടൂരിലേക്ക് പോകാൻ പറ്റും. പൊടിയം പിന്നെ കമലകം ആ ഭാഗമൊക്കെ വഴി നമുക്ക് കോട്ടൂരിലേക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കി ഇതിലേ പൊക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ട് പോകും. ഇതാണ് ഇപ്പോൾ ഞാൻ കയറി വന്ന വഴി. പിന്നെ ഇങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ നേരെ എറുമ്പ്യാട്. അങ്ങനെ 3 വഴിയുണ്ട്. പിന്നെ ഇതിലേ താഴോട്ട് പോയിക്കഴിഞ്ഞാൽ മൂന്നുമുക്ക് എന്ന് പറയുന്ന ഒരു ഊരിലേക്ക് പോകാമായിരുന്നു. ഇപ്പോൾ അതിലേ പോകാൻ പറ്റത്തില്ല, അത് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. മട്ടിയാങ്ങ എന്ന് പറയുന്ന കാട് വഴി മൂന്നുമുക്കിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിലെ വഴിയൊന്നുമില്ല, റോഡൊക്കെ ആയപ്പം ആൾക്കാർ ഇതിലേ അങ്ങ് നടക്കാത്തത് കൊണ്ട് തന്നെ
അതിലെ വഴിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആനകുത്തി പോകുമ്പോടെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എറുമ്പിയാടിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും കാട്ടിനുള്ളിലൊക്കെ പോകുമ്പം വളരെ നിശബ്ദമായിട്ടാണ് നമ്മളെപ്പോഴും പോകേണ്ടത്. ഞാൻ പലപ്പോഴും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒരുപാട് കിളികളുടെ ശബ്ദങ്ങളും ഒക്കെയാണ് കേൾക്കാൻ പറ്റുന്നത് കേട്ടോ. എറുമ്പിയാട് എന്ന് പറയുന്ന ഊരിലേക്ക് പോകുന്ന ഈ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ ഒരുപാടധികം കിളികളുടെ ശബ്ദങ്ങളൊക്കെയാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പതിയെ നടന്നുകൊണ്ട് എറുമ്പിയാടിലെത്താം. എന്നിട്ട് അവിടുത്തെ ഊരുകളുടെ കാഴ്ചകൾ നമുക്ക് കൂടുതലായിട്ട് പകർത്തിയെടുക്കാം. അങ്ങനെ പിന്നെയും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴികളിലൊക്കെ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ അത്യാവശ്യം നല്ല കല്ലുകൾ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. മുമ്പ് നമ്മൾ എറുമ്പിയാടേക്ക് പോകുമ്പോൾ ഈ ഒരു വഴിയെന്ന് പറയുന്നത് വളരെ വലിയ കാടുകൾ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ എറുമ്പിയാട് ഊരിൽ നിന്നും നമ്മുടെ ഊരായ പൊത്തോടിലേക്ക് വരുന്നവരും പിന്നെ അതുപോലെ ഫയൽ റൈനൊക്കെ ആണെന്ന് തോന്നുന്നു ഈ കാടുകളൊക്കെ വെട്ടി അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വഴികളിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് ദൂരം നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴികളിൽ വലിയ വലിയ മരങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ വലിയ വലിയ മരങ്ങളാണ്. അതുപോലെ നിരവധി വലിയ വലിയ മരങ്ങളൊക്കെ ഈ ഒരു നമ്മുടെ വനത്തിനകത്തുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് പൂയംകുട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പൂയംകുട്ടിയിൽ പോയപ്പോഴും വലിയ വലിയ മരങ്ങളാണ് കേട്ടോ അവിടുത്തെ കാടുകളിൽ കാണാൻ പറ്റിയത്. അപ്പം ഇതുപോലെ കാടുകളുടെ വീഡിയോസ് നമ്മൾ എടുക്കുന്നതും കാട്ടിൽ താമസിക്കുന്ന ഊരുകളുടെ വിശേഷങ്ങളൊക്കെ എടുക്കുന്നതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിമിതികളുണ്ട്, പെർമിഷൻ വേണം. അപ്പോൾ ഇത് പിന്നെ എൻ്റെ നാടും എൻ്റെ വീടിനടുത്ത് കിടക്കുന്ന ഊരായതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ പൂയംകുട്ടിയിലൊക്കെ പോയിട്ട് നല്ലോണം നോക്കിയായിരുന്നു ഊരുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്, പക്ഷെ അതിനൊന്നും സാധിച്ചില്ല. വഴികളിലൊക്കെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഇത് കണ്ടോ, മൊട്ട എന്ന് പറയുന്ന ഒരു സൈസ് മരമാണ്. ഈ മരം നമ്മുടെ വീടിൻ്റെയൊക്കെ ഭാഗത്ത് നമ്മൾ നട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തണൽ കിട്ടും കേട്ടോ. അതായത് ഇതുണ്ട് ഈ നിൽക്കുന്ന മരം, ഇത് പിന്നെ ഇങ്ങോട്ട് കാണിച്ചു തരാവേ, ഇതെല്ലാം മൊട്ടയാണ്. ഈ മരത്തിൻ്റെ മൂട് നോക്കിക്കോണേ, എന്ത് തണുത്ത ഏരിയ എന്നുണ്ട്. നേരെ മറിച്ച് നമ്മളിത് അങ്ങോട്ട് നോക്കൂ, അവിടെ വെളുപ്പും ഇവിടെ കണ്ട ഇരുണ്ട് കിടക്കുന്നു. അപ്പം മൊട്ടൽ എന്ന് പറയുന്ന ഈ ഒരു മരം മാക്സിമം നിങ്ങൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ വീടിൻ്റെ അവിടെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നല്ല അടിപൊളി തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. കണ്ടോ, ഇതൊരു ഉരുണ്ട സൈസ് കാരക്കയാണ്. അപ്പോൾ ഇത് കാട്ടിലൊക്കെ നമ്മൾ പോകുമ്പം കാരക്കയെന്ന് പറഞ്ഞ് ഇതെടുത്ത് കഴിക്കാതിരിക്കണം കേട്ടോ. ഇതാണ് ഉണ്ടക്കാരക്കയെന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇത് നീളനാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഉണ്ടക്കാരക്ക നമുക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റുന്നതല്ല. ഈ ഉണ്ടക്കാരക്ക കഴിക്കുകയാണെങ്കിൽ വയറിളക്കം, ഛർദ്ദൽ, പിന്നെ വയറ്റിന് കുറേ ഭയങ്കരമായിട്ടുള്ള വേദനകൾ അങ്ങനെയൊക്കെ ഉണ്ടാകും കേട്ടോ. അതാണ് ഈ ഉണ്ടക്കാരക്ക. അപ്പോൾ ഉണ്ടക്കാരക്ക കഴിക്കല്ലേ. ഇത് കുറേ കൂടെ ഇങ്ങനെ നീളമുള്ള കാരക്കയാണെങ്കിൽ അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വനങ്ങളിലൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് പോവുക. എന്നിട്ട് ഈ കാരക്ക എടുത്ത് കഴിക്കല്. ഉണ്ടയാണെങ്കിൽ കഴിക്കല്, നീളം കാരക്കയാണെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നടന്ന് ഏകദേശം എറുമ്പിയാട് ഊരിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചങ്ങ് മുന്നിൽ പോകുമ്പോൾ നമുക്ക് ഈ എറുമ്പിയാട്, മൂന്നുമുക്ക് എന്നീ ഊരുകളിലുള്ളവരുടെ കൃഷിവിളകളൊക്കെ കാണാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ അത്തരം ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ ട്രക്കിങ്ങിന് പോകുന്ന കതിർമുടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ, ആ കതിർമുടി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പം അതിൻ്റെ ആ ഒരു പാറയുടെ കാഴ്ചകളും കൂടെയൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാവേ. KSEBിയുടെ പോസ്റ്റിൽ ക്യാബിൾ മുറിഞ്ഞു വീഴുന്നതാണ്. അത് ആരോ ഇവിടുത്തെ ഊരിലുള്ള ആരോ ആണ്, അവരാണ് വള്ളി എടുത്ത് കെട്ടി വെച്ചിരിക്കുന്നത്. KSEBിക്കാരെ വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരത്തില്ല. അതാണ് അവസ്ഥകൾ. അങ്ങനെ നമ്മളിതാ പിന്നെയും ഒരു മുട്ടക്കുടലിൻ്റെ മൂട്ടിലെത്തിയിരിക്കുകയാണ്. കണ്ടോ, അതിൻ്റെ മൂട്ടിലുള്ള തണുപ്പ് കണ്ടോ, അതിൻ്റെ കുറേ ഇലയൊക്കെ ഇങ്ങനെ മരം മുറിഞ്ഞ് വീണിട്ടാണ് പോയത് കണ്ടോ. എന്നാലും ഇവിടെ അത്യാവശ്യം തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴിയുണ്ടല്ലോ, അതുവരെ ഉള്ളൂ, അതുവരെ കാടാണ്. അത് കഴിഞ്ഞ് ഇവിടം തൊട്ട് കൃഷിവിളകളാണ് കേട്ടോ. ഈ കാണുന്നത് കുരുമുളകിൻ്റെ കൃഷികളൊക്കെയാണ്. നമ്മുടെ കുരുമുളകാണ് അത്. മൂന്നുമുക്ക് ഊരിലുള്ളവരുടെയാണ് കേട്ടോ ഈ വലത്തെ സൈഡിൽ കാണുന്ന കൃഷികൾ. ഇടത്തെ സൈഡിലും കുരുമുളകൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാടൊന്നും വെട്ടിയിടാത്തതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ മുമ്പിലേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. അത്യാവശ്യം കോൾ വിളിക്കാൻ വേണ്ടി വന്നതാണേ. റേഞ്ചിന് നോക്കിയിട്ട് റേഞ്ചില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പാടാണ് നമ്മുടെ ഇവിടെയൊക്കെ റേഞ്ചില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ BSNL ഉണ്ട്, എന്നാലും നമ്മുടെ ആ ഭാഗത്തോട്ടൊന്നുമില്ല. എൻ്റെ കയ്യിൽ V ആണ് കേട്ടോ കിടക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഫോണ് OnePlus ആണ്. ഇതിലാണ് നമ്മുടെ ഇപ്പോഴത്തെ വർക്കെല്ലാം. പിന്നെയും അങ്ങനെ എറുമ്പിയാട് ഊരിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
നമുക്ക് ചുറ്റും കാണുന്നത് കുറച്ച് കാടുകളും എറുമ്പിയാട് ഊരിലുള്ളവരുടെ കൃഷിവിളകളും ഒക്കെയാണ് കേട്ടോ. നമുക്കറിയാം, നമ്മൾ കേരളത്തിലെ വിവിധ ഊരുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുരുമുളകിൻ്റെ കൃഷിയും ഇത്തരത്തിലുള്ള കൃഷികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഞാനതാ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എറുമ്പിയാട് ഊരിലുള്ളവരുടെ കൃഷിവിളകൾക്കകത്തുകൂടെയുള്ളൊരു വഴിയിലാണ്. ഇത് എറുമ്പിയാട് ഊരിലൊരു കൃഷിവിളയാണ്. അപ്പോൾ ഇവിടെ തൊഴിലുറപ്പിന് നിർത്തിയിട്ട് അവർ വേലിയൊക്കെ കെട്ടി അങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തായിരിക്കും കൃഷികളൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് അവരുടെ കൃഷിവിളയാണ്. അപ്പം തൊഴിലുറപ്പാണ് കേട്ടോ ഇവിടെ. അതിനകത്ത് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ മെഡിക്കൽ ക്യാമ്പുണ്ട് തിങ്കളാഴ്ച. അപ്പോൾ അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ രണ്ട് കാര്യം നടക്കും, വീഡിയോ എടുക്കും നടക്കും, രണ്ട് കാര്യം നടക്കും. അപ്പം അത് അവിടെ ഒരു വിറക് കെട്ട്, ഇവിടെ ഒരു വിറക് കെട്ട്, പിന്നെ അവിടെ ചാരി ഒരു വിറക് കെട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വിറകുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എറുമ്പിയാടെത്തി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുന്നിലേക്ക് നടക്കുകയാണ്. പിന്നെയും ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് ഇവരുടെ കൃഷിവിളയാണ്. ഈ രണ്ട് സൈഡും കൃഷിവിള തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ടവർ ഇരിപ്പുണ്ട്. BSNL സാറ്റുറേഷൻ പ്രോജക്റ്റ്, പ്രധാനമന്ത്രിയുടെ പ്രോജക്റ്റാണ് കേട്ടോ, നെറ്റ്വർക്ക് പ്രോജക്റ്റ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് 4G സാറ്റുറേഷൻ പ്രോജക്റ്റ്, പ്രധാനമന്ത്രിയുടെ പുതിയൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അത് നമ്മുടെ എറുമ്പിയാട് ഊരിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൊബൈൽ ടവറാണ് കേട്ടോ. ഇതിൻ്റെ അങ്ങ് മുകളിൽ വരെ അന്ന് ഞാൻ കയറി, ഏറ്റവും ടോപ്പ് വരെ ഞാൻ കയറി. അതിൻ്റെ ടോപ്പിൽ കയറിയുണ്ടല്ലോ നമുക്ക് ഒരുപാട് സ്ഥലത്തിൻ്റെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ. സാറ്റുറേഷൻ പ്രോജക്റ്റ് അങ്ങനെ മനോഹരമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് പ്രധാനമന്ത്രി കൊണ്ടുവന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് വില്ലേജുകളിലൊക്കെ മറ്റേ ഈ തൊഴിലുറപ്പൊക്കെ ഇപ്പം ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഫോട്ടോ എടുത്താലല്ലേ തൊഴിലുറപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്, ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നൊരു സംഭവമാണ് ഈ മൊബൈൽ ടവർ എന്ന് പറയുന്നത്. നമ്മുടെ ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ളൊരു കാര്യമല്ല ഈ ഉൾവനത്തിൽ ഒരു മൊബൈൽ ടവറും അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി നെറ്റ്വർക്കിൻ്റെ ഒരു സംവിധാനം ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ അതാ നമ്മൾ എറുമ്പിയാടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം എറുമ്പിയാട് ഊരിൽ കാണുന്ന ഊര് നിവാസികളുടെ കൃഷികളാണ്. റബ്ബറും കശുമാവും ഒക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്ന പ്രധാന കൃഷികളെന്ന് പറയുന്നത്. ഞാനിപ്പം പ്ലാത്തോട്ടാണ് പോകുന്നത്. ഇനി വന്നിട്ട് എറുമ്പിയാടോടെ തിരിച്ച് കറങ്ങി വരാമെന്ന് വിചാരിച്ച് ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്ലാത്ത് ഊര് ലക്ഷ്യമാക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ പ്ലാത്തിൽ പോയി നമുക്ക് കാര്യം പറഞ്ഞിട്ട് തിരിച്ച് എറുമ്പിയാട് താഴെ കൂടെ കറങ്ങി വരാൻ കേട്ടോ. എറുമ്പിയാട് ഊരിലൊരു വീടിൻ്റെ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ആ മലനിരകളൊക്കെയാണ്. അപ്പോൾ അത് കതിർമുടി ആ ഭാഗമാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചിയൻ്റെ വീട്. അതായത് എറുമ്പിയാട് ഊരിലെ വീടും ഇവിടുത്തെ പരിസരങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ഞാൻ ഇവിടെ നിന്ന് പ്ലാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെതാ ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത് ഇവിടുത്തെ കൃഷികളാണ്. വേറൊന്നുമില്ല, നമ്മുടെ കശുമാവും പിന്നെ അതുപോലെ ഈ റബ്ബറും പിന്നെ കവുങ്ങും ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ പ്രധാനമായിട്ടും കാണുന്ന കൃഷികളെന്ന് പറയുന്നത്. പിന്നെ കസ്തൂരി മഞ്ഞൾ ഉണങ്ങി ഒക്കെ പോകുന്നൊരു സീസണാണ് ഇപ്പോഴെന്ന് പറയുന്നത്. അതാ ഇവിടെ നിന്നും ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എറുമ്പിയാടുന്ന കുറച്ച് കാട്, ഈ കാടുകൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തെത്തുന്നത് പ്ലാത്ത് എന്ന് പറയുന്നൊരു സെറ്റിൽമെൻറ്റിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല വഴികളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വഴി കുറച്ച് മുൻപിലെത്തുമ്പോൾ നമുക്ക് പ്ലാത്തുള്ളവരുടെ കൃഷികളെയൊക്കെ കാണാം. അപ്പോൾ ഇതും കൃഷിവിളകളാണ്. രണ്ട് സൈഡിലും റബ്ബറുകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് മുമ്പിൽ പോകുമ്പോൾ പ്ലാത്ത് സെറ്റിൽമെൻ്റ് ആവും കേട്ടോ. ഇതാണ് പ്ലാത്തുള്ളവരുടെ കൃഷിവിള. അത് കഴിഞ്ഞിട്ട് അങ്ങ് കാണുന്നതാണ് കതിർമുടിയാണ്. അങ്ങോട്ട് കാണുന്നത് ആ മലനിര കണ്ടോ പൊങ്ങി കാണുന്നത്, അത് കതിർമുടിയാണ്. അവിടെയാണ് നമ്മളിപ്പം ട്രക്കിങ്ങിന് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞായറാഴ്ചയും നമ്മൾ അങ്ങോട്ട് ട്രക്കിങ്ങിന് പോകും കേട്ടോ. ഇത് കണ്ട ഇവർ വൈദ്യുതി വേലിയൊക്കെ വെച്ചിട്ടുണ്ട്, സ്വന്തം പൈസയ്ക്ക് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്ന വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പം സർക്കാർ ചെയ്ത് കൊടുത്തിട്ടല്ല, ഇവർ സ്വന്തം പൈസയ്ക്ക് ചെയ്തതാണ്. അങ്ങനെ ഇവർ ഇതിനകത്ത് കുറച്ച് റബ്ബറൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് മൃഗങ്ങളൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. അടിപൊളിയാട്ടോ ഈ ഒരു ഏരിയ. ഇപ്പോൾ അവിടെ ഒരു വീട് കാണുന്നുണ്ടോ, അത് പ്ലാത്ത് സെറ്റിൽമെൻറ്റാണ്. അപ്പം പ്ലാത്ത് സെറ്റിൽമെൻറ്റിൽ അത്യാവശ്യം മിക്കവർക്കും വീടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വീടുകളൊക്കെ തന്നെയുണ്ട് കേട്ടോ. ഇത് പ്ലാത്ത് സെറ്റിൽമെൻറ്റിൽ നിന്ന് കോട്ടരയ്ക്ക് വന്ന റോഡാണ് ഇത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടതാണ്.
അതിനകത്ത് കാണിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. റോഡിൽ കുറച്ച് മുമ്പേ പോകുമ്പം കുറച്ച് വാർത്ത കെട്ടിടങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടെ കണ്ട ഇത് ഒരു എർത്തിൻ്റെ ഷെഡാണ്. പിന്നെ ഇവിടെ റോഡിൻ്റെ സൈഡിലൊരു വീടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വച്ചിട്ടുള്ള വീടാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നമ്മുടെ പ്ലാത്ത് സെറ്റിൽമെൻറ്റിലെ റോഡാണ്. പ്ലാത്ത് നിന്ന് കോട്ടൂർ വരെ പോകുന്ന റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോയപ്പം ക്യാമറ എടുത്തുകൊണ്ട് പോയില്ല, അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോസ് ഷൂട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇതിലെ കുറച്ച് താഴെ പൊക്കഴിഞ്ഞാൽ എറുമ്പിയാടിൽ കുറച്ച് ഏറുമാടമൊക്കെ ഉള്ളൊരു സ്ഥലം കാണാൻ പറ്റും, ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കൊടുതിക്കളമാണ്. കൊടുതിക്കളം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വനദേവതാ സങ്കല്പത്തിൽ ഓരോ ദൈവങ്ങളെ പൂജ ചെയ്യും. വർഷാവർഷത്തിൽ ഈ ഒരു കളങ്ങളിൽ കൊടുതി ഉണ്ടാകും കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് വരെ പ്ലാത്ത് എറുമ്പിയാട് എന്ന് പറയുന്ന ഊരുകളിലേക്ക് എത്തിയത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്നുള്ള വഴിയിലൂടെ ആയിരുന്നു. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു വഴിയുണ്ടോ, വളരെ മോശമായിട്ട് കിടക്കുന്ന ഒരു വഴിയാണ്. പ്ലാത്ത് എറുമ്പിയാട് ഊരിലുള്ളവർക്ക് കോട്ടൂരിലേക്ക് എത്തിപ്പെടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു റോഡാണ് കേട്ടോ ഈ കാണുന്ന റോഡെന്ന് പറയുന്നത്. ശരിക്കും ഓരോ വർഷവും നമ്മുടെ നാട്ടിൽ മെമ്പർമാരൊക്കെ വരാറുണ്ട്. ഇപ്പോഴും ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതായത് ജയിക്കാൻ വേണ്ടിയിട്ട് പല അടവുകളും പറഞ്ഞിട്ട് പോകും, പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാത്തൊരു സിറ്റുവേഷൻ. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ മെമ്പർ വന്നാലും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാലും വളരെ മോശമായിട്ടുള്ളൊരു അനുഭവമാണ് നമുക്കൊക്കെ എല്ലാ വർഷവും ഉണ്ടാകുന്നത്. കാരണം നല്ല റോഡുകളെന്ന് പറയുന്നത് ഒരു മേഖലയുടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് നല്ല റോഡുകൾ നിർമ്മിക്കുന്നതിലൂടെ മാത്രമാണ് ഓരോ ഊരുകളായാലും ഓരോ നാടുകളായാലും പുതിയ പുരോഗതിയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം ഇത്തരം റോഡുകളിലൂടെ ഇന്നും പോകാൻ വളരെ മോശപ്പെട്ട അവസ്ഥയിലൂടെ പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ എറുമ്പിയാട് പ്ലാത്ത് ഊരിലുള്ളവർ അനുഭവിക്കുന്നത്. അപ്പം ഇതൊന്നുമല്ല, നമ്മൾ കുറേ അങ്ങ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും മോശമായിട്ടുള്ള റോഡുകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു റോഡിന് സൈഡിൽ ഒരു വീടുണ്ട്. ഇതിവിടെ ഒരു അമ്മുമ്മയുടെ വീടാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് താഴെ ഭാഗത്തേക്കൊക്കെ മുഴുവൻ കാടാണ്, നല്ല കാട്ടാന ശല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മുമ്മയ്ക്ക് റോഡ് സൗകര്യമുള്ള സ്ഥലത്താണ് കേട്ടോ വീട് വെച്ചിരിക്കുന്നത്. കാരണം വേറെ എവിടെയെങ്കിലും വീട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ നിന്നും നല്ല രീതിക്കുള്ള ചിലവ് വരും. അപ്പോൾ ലൈഫ് ഭവന പദ്ധതി 2018-19 ആ ഒരു സമയത്ത് വച്ചിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൽ കോൺട്രാക്ടർ പറ്റിച്ചതൊന്നും അറിയത്തില്ല. അതിൽ കറണ്ട് കണക്ഷൻ ഇതുവരേക്കും വലിച്ചൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള റോഡുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എറണാകുളത്ത് അന്ന് പോയപ്പോൾ എനിക്കും ഇതുപോലുള്ള റോഡുകളിലെ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് എന്തുകൊണ്ട് ബ്ലോഗിങ്ങിലൂടെ ചെയ്തു വിടാം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷേ പൂയംകുട്ടിയിൽ ചെന്നപ്പം പണി വാളി, നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ ഈ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് കണക്ഷൻ നമ്മുടെ പൊത്തോട് ഊര് വഴിയാണ് എറുമ്പിയാടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു ട്രാൻസ്ഫോമർ, അത് പൊത്തോട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആ ട്രാൻസ്ഫോമറിൽ നിന്ന് 100-ലധികം കുടുംബങ്ങൾ കണക്ഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടുത്തെ ഒരു കൃഷിവിളയാണ്. അപ്പോൾ ഇതിനകത്ത് മൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ. എല്ലാവർക്കും നല്ല രീതിക്ക് പൈസ ഏർത്തിടാനൊന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഷീറ്റാണ് മറച്ച് കെട്ടിയിരിക്കുന്നത്. അതിന് പുറത്തുകൂടെ ഷീറ്റും അകത്ത് വേലിക്കമ്പുകളൊക്കെ കൊണ്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് താഴോട്ടൊക്കെ പോകുമ്പം കാണുന്ന റോഡിൻ്റെ അവസ്ഥകൾ നമ്മൾ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഇവിടെ കണ്ട അതാണ് എറുമ്പിയാട് ഊരിലുള്ള BSNL 4Gയുടെ സാറ്റുറേഷൻ പ്രോജക്റ്റ്. അപ്പോൾ അത് മുഖാന്തരം നമ്മുടെ എറുമ്പിയാട് ഊരിലൊക്കെ ഉള്ളവർക്ക് നെറ്റ്വർക്കൊക്കെ കിട്ടുന്നുണ്ട്. വഴിയരികിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിമാരെ ഫോട്ടോയേ ഉള്ളൂ. പക്ഷേ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആരും നമുക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരവും ചെയ്യത്തില്ല. അതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ഇതാ കണ്ട കിടക്കുന്നത് ഈ റോഡിൻ്റെ അവസ്ഥയാണ് കണ്ട ഈ കാണുന്നത്. അപ്പോൾ അതാ ഇവിടെയൊക്കെ ഭയങ്കര കഷ്ടിച്ചാണ് കേട്ടോ എറുമ്പിയാട് ഊരിലുള്ളവരൊക്കെ ഊരിലേക്ക് യാത്ര ചെയ്യുന്നത്. പല ആഹാര സാധനങ്ങൾ മേടിക്കാനും ഒരു ബുദ്ധിമുട്ട് ഈ ഒരു വഴിയിലൂടെയൊക്കെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ആ റോഡിൻ്റെ കിടപ്പ് കണ്ട ഈ റോഡിലൂടെയൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് എറുമ്പിയാടിലുള്ളവർ വാഹനങ്ങൾ ഊരിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. കണ്ടോ ഇതൊക്കെ കണ്ട ഓരോ റോഡിൻ്റെ അവസ്ഥകളാണ്. പക്ഷേ എന്ത് പറയാനാണ്, എല്ലാം ഓരോരോ മനുഷ്യൻ്റെ ജീവിതം, അല്ലാതെ എന്ത് പറയാനാണ് സുഹൃത്തുക്കൾ. അത്രയും മോശപ്പെട്ട റോഡിലൂടെയാണ് പ്ലാത്ത് ഊരിലുള്ളവർ എത്തിപ്പെടുന്നത്. ഇവിടെ കൃഷിയാവലിന് വേണ്ടിയിട്ട് ഒരു അപ്പൂപ്പൻ ഒരു മാടമൊക്കെ വച്ചിട്ടുണ്ട്. അപ്പം നമുക്കെന്തായാലും ഇവിടെ പോയതിന് ശേഷം നമുക്ക് അപ്പൂപ്പൻ്റെ മാടങ്ങളൊക്കെ കാണാം. ഈ ഭാഗത്തൊക്കെ നോക്കിക്കോണേ, ഇവിടെ
മിക്ക രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പോസ്റ്ററുകൾ മാത്രമാണ് ഈ വഴികളിലൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇലക്ഷൻ നടന്ന സമയത്താണ്. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാളുമല്ല. പക്ഷേ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടത്തേക്ക് വേണ്ടി ആരും ഒരു വക ചെയ്യത്തില്ല. ഇവരുടെയൊക്കെ കുടുംബകാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവരെല്ലാം ഇലക്ഷന് നിൽക്കുന്നത്. ജയിച്ച് വന്നു കഴിഞ്ഞാൽ അവരായി, അവരുടെ കുടുംബമായി, ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടെന്നോ. ഇലക്ഷന് മുമ്പ് ഇവിടെ വന്ന് കയ്യും കാലൊക്കെ പിടിച്ചിട്ട് പോകും. അത് കഴിയുമ്പം ഇവിടെ ആരും കാണത്തില്ല കേട്ടോ, നമ്മുടെ പ്രശ്നങ്ങളൊന്നും നോക്കി കാണാനും അതിൻ്റെ കൂടെ നിൽക്കാനൊന്നും. ഇവിടെ നിന്ന് വലത്തോട്ട് കയറി പോകുന്ന റോഡ് അത് പ്ലാത്ത് പോകുന്നതാണ്, ഇത് എറുമ്പിയാട് പോകുന്നതാണ്. നമ്മളിപ്പം പോയത് അതിലെ പ്ലാത്ത് പോകുന്ന റോട്ടിലൂടെയാണ് കേട്ടോ നമ്മൾ പോയത്. അതിലേ പൊക്കഴിഞ്ഞാലാണ് പ്ലാത്ത് ഊരിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. ഇതിലെ ഒരു 100 മീറ്റർ നമുക്ക് മുൻപിൽ പോകുമ്പോൾ നമുക്ക് എറുമ്പിയാട് സെറ്റിൽമെൻറ്റിലെത്താം. അപ്പോൾ ഇത് എറുമ്പിയാട് സെറ്റിൽമെൻറ്റിലെ അരുവിയാനെന്ന് പറഞ്ഞ അപ്പൂപ്പൻ്റെ ഇതാണ്, പിളയാണ്. അപ്പം അതിന് ചുറ്റുമാണ് ഇത്തരത്തിൽ ഇങ്ങനെ കറുത്ത നെറ്റൊക്കെ വളച്ച് വെച്ചിരിക്കുന്നത്. കാരണം ആനശല്യമായത് കാരണമാണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. പുറകിൽ നിന്ന് ആ തിരിഞ്ഞു പോണ വഴി എടുക്കണമെന്നുണ്ടായിരുന്നു നല്ല രീതിക്ക്. അവിടെ പിന്നെ വെറും രാഷ്ട്രീയക്കാരെ പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരെക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഒരു ഉപകാരവുമില്ല. ജയിച്ചു പോകുന്നു, അവരവരുടേതായ കാര്യങ്ങൾ നോക്കുന്നു. ഇതിന് വേണ്ടിയിട്ടൊരു നടപടി, നല്ല റോഡുകൾ ഇവിടുത്തെ ഊരുകളിലുള്ളവർക്ക് ചെയ്തു കൊടുക്കണം. കണ്ട ഇവിടെ കിടക്കുന്നുണ്ടോ കുഴിയുണ്ടോ, അത് ചെയ്തു കൊടുക്കണമെന്നോ ഒന്നും അവർക്കൊന്നുമില്ല. അവരായി, അവരുടെ കുടുംബമായി, അവരുടെ കുടുംബത്തെ എങ്ങനെയെങ്കിലും വെട്ടിയും മുക്കിയൊക്കെ തിന്നിട്ട് അവരുടെ കുടുംബത്തെയൊക്കെ നല്ല രീതിക്ക് നോക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ജയിച്ചു വേണം, ഓരോരുത്തരും അങ്ങനെ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. എല്ലായിരുന്നെങ്കിൽ ഇതാ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു കുഴി കാണുമായിരുന്നോ, അല്ലെങ്കിൽ ഇവിടുത്തെ റോഡ് ഇങ്ങനെ കിടക്കുമായിരുന്നോ? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇതാണ് അപ്പൂപ്പൻ്റെ ആ ഒരു കൃഷി വിളയും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് കുറച്ച് മരിച്ചിനിയൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പൂപ്പൻ ഇവിടെ വന്ന് കാവൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ഏർമാടത്തിൻ്റെ അങ്ങോട്ട് പോയിട്ട് ഏർമാടത്തിൻ്റെ കാഴ്ചകൾ കാണാം. മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ടതാണ്, പക്ഷേ ഇന്നൊന്നും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും നമ്മളിതാ ഇങ്ങോട്ട് എത്തിയത്. ഇത് കണ്ട, നമ്മളിങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം സീനാണ്, കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പം. മുമ്പ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറുമാടത്തിനുള്ളിലെ കാഴ്ചകളെന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു ഏറുമാടത്തിൽ വന്നതും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നതും. കണ്ട എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇതാ കണ്ട ഏറുമാടം കണ്ടോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതാണ് ആ ഒരു ഏറുമാടം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കണ്ട ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാട്ടോ, കാണാൻ അടിപൊളിയാണ്. പക്ഷേ ഇതിനകത്തുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്, മരണത്തെ ഭയന്ന് ഒക്കെ ഉള്ളൊരു ജീവിതം എന്നൊക്കെ വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ജീവിതമാണ് ഇതിനകത്തുള്ളത്. അപ്പം എന്താ വല്ലാത്തൊരു വിഷമമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. നമ്മളിതാ എറുമ്പിയാട് ഊരിൻ്റെ അകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അപ്പൂപ്പൻ്റെ കൃഷികളാണ്. അപ്പൂപ്പൻ ആ മാടത്തിൽ കാവലൊന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ ഈ മരിച്ചിന് പോലും കിട്ടാത്ത അവസ്ഥയായി പോകും. കാരണം അത്രയാണ് എറുമ്പിയാടൊക്കെ കാട്ടാന ശല്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് കുറച്ച് മുമ്പിൽ ചെല്ലുമ്പം അപ്പൂപ്പൻ്റെ വീടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അരുൺ എന്ന് പറഞ്ഞ പയ്യൻ്റെ വീടുണ്ട്. നമ്മളവിടെ ലോഡിങ്ങിനൊക്കെ വരുന്ന പയ്യൻ്റെ വീടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ. അങ്ങനെ അതാ എറുമ്പിയാടിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് ഞാൻ പോകുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇതാണ് നമ്മൾ രാവിലെ പോയപ്പം കണ്ട ആ ഒരു തൊഴിലുറപ്പ് സൈറ്റും കാര്യങ്ങളൊക്കെ അതാണ്. ഇവിടെ നിന്ന് ഇനി എനിക്ക് പോകേണ്ടത് ഈ ഒരു വഴിയിലൂടെയാണ്. അത്യാവശ്യം ഇരുട്ടൊക്കെ വരുന്നുണ്ടേ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. എറുമ്പിയാട് പോയിട്ട് വന്നപ്പം അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ടേ. അപ്പോൾ ഇനി നമ്മൾ വളരെ സൂക്ഷിച്ചൊക്കെ വേണം ഈ വഴിയിൽ കൂടെ നടക്കാനൊക്കെ. അപ്പം വഴി വെട്ടി ഇട്ടിരിക്കുന്നതുകൊണ്ട് കുറേ ദൂരം ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. എന്നിരുന്നാലും ചെറിയൊരു ഭയമൊക്കെ എനിക്കുണ്ട്. അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്ര പ്രതീക്ഷയില്ലെന്ന് താമസിക്കുമെന്ന്. അപ്പോൾ ഞാൻ എന്താ എറുമ്പിയാടൊക്കെ പോയിട്ട് വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവസ്ഥയെന്ന് പറയുന്നത്. എറുമ്പിയാട് കുറച്ച് സമയം ഇരുന്ന് താമസിച്ചു പോയി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഊരിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല.
ഇപ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ നിന്നൊരു ബ്ലാവോ എന്തോ അങ്ങോട്ട് ഓടി. പിന്നെ ആ ഭാഗത്തൊക്കെ നല്ല ആനയുടെ സ്മെല്ല് ഒക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എറുമ്പിയാടിൻ്റെ അവസ്ഥകൾ അല്ലെങ്കിൽ എറുമ്പിയാട് ഊരുകളിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടു കാണും. ഇന്നെന്തോ ഞാനൊരു വീഡിയോ എടുത്തിട്ട് എനിക്കും ഒരു തൃപ്തിയില്ല. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആ ഒരു എപ്പിസോഡ് സെറ്റായി വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി മറ്റേതെങ്കിലും ഊരിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ ഒന്നും കാണാനും പറ്റുന്നില്ല, എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.